ഉമ്മൻചാണ്ടി വളരെ പ്രഗത്ഭനായ ഒരു പ്രാസംഗികനായ ഒന്നും അറിയപ്പെടുന്ന ആളല്ല. പക്ഷെ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പലപ്പോഴും ഒരു ചർച്ചയെ രൂപപ്പെടുത്താനോ ചർച്ചയെ വഴിതിരിച്ചു വിടാനോ പലപ്പോഴും നിർണായകമായ ഇടപെടൽ നടത്താൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിലെ ഉമ്മൻചാണ്ടിയെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഞാൻ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി കാണുന്നു. മറ്റു പലരിൽ നിന്നും വളരെ വ്യത്യസ്തനായ രീതിയിൽ ചർച്ചകളിൽ ഇടപെടാനുള്ള ഒരു കഴിവ് ഉമ്മൻചാണ്ടിക്ക് വളരെയധികം അദ്ദേഹത്തിന് ശ്രദ്ധേയനാക്കുന്നുണ്ട്. ചർച്ചകളിൽ ഇടപെടുക മാത്രമല്ല, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ചർച്ചയെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനും പലപ്പോഴും ഉമ്മൻചാണ്ടിക്ക് കഴിയുന്ന തരത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്താറ്. അതിൽ പ്രധാന ഘടകം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയാണ്. നിയമസഭാംഗം എന്ന നിലയിൽ സഭയോട് ആദർശപരമായ സമീപനമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. സഭയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പെരുമാറ്റവും അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. നിയമസഭ സമ്മേളിക്കുമ്പോൾ ഹാജരാകണമെന്ന കണിശക്കാരനാണ് ഉമ്മൻചാണ്ടി. സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ മാതൃകാപരമായ മികവും പക്വതയും പ്രദർശിപ്പിക്കാറുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പറയാന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാം. അസംബ്ലിയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പഠന പ്രവർത്തനം ഈ തിരക്കിനിടയിൽ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ പ്രസംഗിച്ച താൻ വാദിക്കുന്ന കാര്യം ഉറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് കാണാൻ കഴിയുന്നുണ്ട്. EMS, C. അച്യുതമേനോൻ, K. കരുണാകരൻ, PKV, CH മുഹമ്മദ് കോയ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം സഭ പങ്കിട്ട ഉമ്മൻചാണ്ടിയുടെ പരിചയസമ്പത്ത് അദ്ദേഹത്തിന്റെ സഭയിലെ പ്രവർത്തനങ്ങൾക്കും പെരുമാറ്റത്തിനും ഊർജ്ജം പകരുന്നു. അദ്ദേഹത്തിന്റെ സേവനം തീർച്ചയായിട്ടും നമ്മുടെ നിയമസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ തന്നെ വളരെ പ്രവർത്തനപരമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. മറ്റു പലർക്കും അത് അനുകരിക്കാൻ പ്രയാസമുള്ള രീതിയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധത്തിനും ബഹളത്തിനും ഉമ്മൻചാണ്ടി പണ്ടുമില്ല ഇപ്പോഴുമില്ല. നിയമസഭയെ അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണുന്ന ഉമ്മൻചാണ്ടിക്ക് നിലവാര തകർച്ചയിൽ ആശങ്കയുമുണ്ട്. വലിയ വ്യത്യാസമുണ്ട്. അന്ന് നിയമസഭയ്ക്ക് കിട്ടിയിരുന്ന പ്രാധാന്യവും നിയമസഭയിലെ എല്ലാവരും കാട്ടിയിരുന്ന താല്പര്യവും ഒന്നും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളും അഭിപ്രായ സംഘർഷങ്ങളും കാര്യങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ പരസ്പരം ഒരു നല്ല വ്യക്തിപരമായ ബന്ധങ്ങൾ മെമ്പർമാർ പുലർത്തുന്നതിലും സഭാ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ അങ്ങ് മാറി. സാമാജികൻ എന്ന നിലയിൽ പ്രവർത്തനം തുടങ്ങി 4 വർഷം പിന്നിടും മുൻപ് തന്നെ മന്ത്രിപദവി ഉമ്മൻചാണ്ടിയെ തേടിയെത്തി. 74-ൽ അച്യുതമേനോൻ മന്ത്രിസഭയിൽ തൊഴിൽ ഭവന മന്ത്രിയായി. 81-82 കാലഘട്ടത്തിൽ ഇടക്കാല മന്ത്രിസഭയിൽ ആഭ്യന്തര, കൃഷി എന്നീ വകുപ്പുകൾ ലഭിച്ചു. 91 ജൂലൈ 2-ന് കരുണാകരൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. K. കരുണാകരനോട് പ്രതിഷേധിച്ച് 94 ജൂൺ 22-ന് രാജിവെച്ചു. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ്. AK ആന്റണി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2004 ഓഗസ്റ്റിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉമ്മൻചാണ്ടി 2006 മെയ് 17 വരെ തുടർന്നു. 9ാം വട്ടം സഭയിലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവുമായി. മന്ത്രിപദവികളിൽ ഒരിക്കൽ പോലും കാലാവധി തികച്ചിട്ടില്ലെന്നത് യാദൃശ്ചികമാകാം. പക്ഷേ മന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും സ്വീകരിച്ച നടപടികൾ പലതും ശ്രദ്ധേയമായി. ഉമ്മൻചാണ്ടിയാണ് തൊഴിലില്ലായ്മ വേതനം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ആഭ്യന്തരമന്ത്രിയായ തീർത്തും ഹ്രസ്വമായ കാലയളവിൽ പോലീസുകാരുടെ യൂണിഫോം നവീകരിച്ചു. പഴയ നിക്കറിനു പകരം പാന്റാക്കിയ നടപടി പോലീസ് സേനയുടെ അന്തസ്സുയർത്തി. മുഖ്യമന്ത്രിയായിരിക്കെ വിപ്ലവകരമായ പലതിനും തുടക്കമിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം കേരളത്തിന് സമ്മാനിച്ച വിഷൻ 2020-ന് ആധികാരിക നൽകാനായത് തന്റെ 40 വർഷത്തെ നിയമസഭാ ജീവിതത്തിലെ അവിസ്മരണീയ നടപടിയായി ഉമ്മൻചാണ്ടി വിലയിരുത്തുന്നു. കൊച്ചിയുടെ മുഖം മാറ്റാനിടയാക്കുന്ന സ്മാർട്ട് സിറ്റി, വല്ലാർപാടം പദ്ധതികളുടെ കാര്യത്തിൽ ധീരമായ പല നടപടികളും അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായി. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തെ കണ്ടെയ്നർ ടെർമിനലും തലസ്ഥാന നഗരവികസന പദ്ധതിയിലും ശബരിമല മാസ്റ്റർ പ്ലാൻ തുടങ്ങിയവയിലുമൊക്കെ ചടുലമായ നീക്കങ്ങളും നടപടികളും അക്കാലത്തുണ്ടായിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി നടപ്പാക്കാൻ ഇൻഫോ പാർക്ക് ദുബായിലെ ടീകോമിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള കരാറിനായിരുന്നു ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. ഇത് വലിയ വിമർശനത്തിനിടയാക്കി. ഈ വ്യവസ്ഥ ഒഴിവാക്കിയാണ് VS സർക്കാർ പുതിയ കരാർ കൊണ്ടുവന്നതെങ്കിലും പദ്ധതി ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുന്നതേയുള്ളൂ. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേരിട്ട് തന്നെ ഏറ്റുമുട്ടിയിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന ഭൂമി കയ്യേറ്റങ്ങളിലും അദ്ദേഹത്തെ VS പ്രതിക്കൂട്ടിലാക്കി ആക്രമിച്ചു. വിവാദങ്ങൾ പലതുണ്ടായെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ചലനമുണ്ടാക്കാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ
നല്ല ഭരണാധികാരി എന്ന് വിലയിരുത്തുന്നവർ കുറവല്ല.